ഹായ് ഹലോ ഹൗ ആർ യു എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജെയ്മോൻ സേവ്യർ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഒരു സിനിമാ വിശേഷവുമായിട്ടാണ്. ഇന്നത്തെ ടോക്ക് ഓഫ് ദി ഡേയിൽ ഞാൻ നിങ്ങൾക്ക് ഒരു സിനിമ പരിചയപ്പെടുത്തുകയാണ്. ഞാൻ പരിചയപ്പെടുന്ന സിനിമ മോഹൻലാൽ ജോഷി ചെമ്പൻ വിനോദ് ജോസ് കൂട്ടുകെട്ടിൽ വരുന്ന റംബാൻ എന്ന മൂവിയാണ്. മാസ് എൻ്റർടൈനർ. ഈ സിനിമയുടെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്കൊരു ചെറിയ ഹമ്പിൾ റിക്വസ്റ്റ് ഉണ്ട്. എൻ്റെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഫ്രണ്ട്സ് ദയവായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത് പ്ലീസ്. ഈ സൈഡിലൊരു സബ്സ്ക്രൈബ് ബട്ടണുണ്ട്. ആ ബട്ടണിൽ വിരലമർത്തിയാൽ മതി ഫ്രണ്ട്സ്, ചാനൽ സബ്സ്ക്രൈബ് ആയിക്കോളും പ്ലീസ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് സിനിമാ വിശേഷങ്ങളിലേക്ക് കിടക്കാം. മോഹൻലാൽ ജോഷി ചെമ്പൻ വിനോദ് ജോസ് കൂട്ടുകെട്ടിൽ വരുന്ന റംബാൻ എന്ന മൂവി. റംബാൻ എന്ന വാക്കിൻ്റെ അർത്ഥം രാമൻ്റെ അമ്പ് എന്നാണ്. ഒരു മാസ് ആക്ഷൻ മൂവിയാണ് റംബാൻ, ത്രില്ലറാണ്. ഈ സിനിമയ്ക്ക് കുറേ പ്രത്യേകതകളുണ്ട്. അതായത് ഈ സിനിമ എഴുതുന്നതും നിർമ്മിക്കുന്നു വൺ ഓഫ് ദ പ്രൊഡ്യൂസർ ചെമ്പൻ വിനോദ് ജോസാണ്. ഇതിൻ്റെ കഥ ചെമ്പൻ വിനോദ് ജോസിൻ്റേതാണ്. എഴുതുന്നത് റൈറ്റർ, കഥ തിരക്കഥ സംഭാഷണം ചെമ്പൻ വിനോദ് ജോസാണ്. അപ്പോൾ അതുകൂടാതെ 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മോഹൻലാലും ലാലേട്ടനും ജോഷി സാറും ഒന്നിക്കുന്നു എന്നുള്ള പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട്. ജോഷി സാറും മോഹൻലാലും ലാലേട്ടനും ഒന്നിച്ചാൽ അതൊരു വലിയ ഹിറ്റായിരിക്കും എന്നുള്ളത് ഓർത്ത്. അപ്പോൾ 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മോഹൻലാൽ ജോഷി മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഒരു സിനിമ വരികയാണ്. അതാണ് റംബാൻ. പിന്നെ ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത, ഇത് വലിയ ബജറ്റിൽ ഒരുങ്ങുന്ന ഒരു പാൻ ഇന്ത്യൻ മൂവിയാണ്. മലയാളത്തിന് പുറമെ അന്യഭാഷ, ബോളിവുഡ്, ഹോളിവുഡ് നിരവധി അഭിനേതാക്കൾ, ടെക്നീഷ്യൻസ് ഒക്കെ ഈ സിനിമയിൽ പങ്കെടുക്കുന്നു, ഈ സിനിമയുടെ ഭാഗമാകുന്നുണ്ട്. ചെമ്പോക്കി മോഷൻ പിക്ചേഴ്സ്, ഐൻസ്റ്റീൻ മീഡിയ പ്രസൻസ്, നെക്സ്റ്റൽ സ്റ്റുഡിയോസ് എന്നീ ബാനറുകളിൽ ചെമ്പൻ വിനോദ് ജോസ്, ഐൻസ്റ്റീൻ സാക്പോൾ, ശൈലേഷ് ആർ സിംഗ് എന്നിവർ ചേർന്നിട്ടാണ് ഈ സിനിമ, അതായത് റംബാൻ എന്ന മൂവി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത, സായ്കുമാർ നമ്മുടെ മലയാള സിനിമയിലെ ക്യാരക്ടർ റോളുകളിൽ തിളങ്ങി നിന്ന പഴയകാല നായകൻ ആയിരുന്ന സായ്കുമാർ, ക്യാരക്ടർ റോളുകളിൽ തിളങ്ങി നിൽക്കുന്ന സായ്കുമാർ എന്ന നടൻ്റെയും ബിന്ദു പണിക്കർ എന്ന നടിയുടെയും, സായ്കുമാർ ബിന്ദു പണിക്കർ ദമ്പതികളുടെ മകൾ കല്യാണി പണിക്കർ റംബാൻ എന്ന മൂവിയിലൂടെ അഭിനയ രംഗത്തേക്ക് അരങ്ങേറ്റം കുറിക്കുകയാണ്. അങ്ങനൊരു പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട്. UK വിദ്യാഭ്യാസം പൂർത്തിയാക്കിയാണ് കല്യാണി സിനിമാ ലോകത്തേക്ക് എത്തുന്നത്. അടുത്തത് ഈ സിനിമയുടെ ടെക്നീഷ്യൻസാണ്. സംഗീതം വിഷ്ണു വിജയ്, ഛായാഗ്രഹണം സമീർ താഹിർ, എഡിറ്റിംഗ് വിവേക് ഹർഷൻ, നിർമ്മാണ നിർവഹണം ദീപക് പരമേശ്വരൻ, PRO വാഴൂർ ജോസ്. ഇതൊക്കെയാണ് ഈ റംബാൻ എന്ന മൂവിയുടെ മാസ് ആക്ഷൻ ത്രില്ലർ മൂവിയുടെ ടെക്നീഷ്യൻസ് ആൻഡ് ആർട്ടിസ്റ്റ് ഡീറ്റെയിൽസ്. ഇനി ഈ സിനിമയുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ഒരു മോഷൻ പോസ്റ്ററുമാണ്. ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ എന്ന് വെച്ചാൽ കുറച്ച് ഫ്ലാറ്റ് സമുച്ചയങ്ങൾ നിലകൊള്ളുന്ന ഒരു സ്ട്രീറ്റിൽ വട്ടം ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു കാറിനകത്ത് റെഡ് ലൈറ്റ് തെളിഞ്ഞ് കിടക്കുന്നുണ്ട്. കാറിന് മുകളിൽ വലത്തെ കയ്യിൽ ഒരു ചുറ്റികയും ഇടത്തെ കയ്യിൽ ഒരു ഗണ്ണും തൂക്കിപ്പിടിച്ചു നിൽക്കുന്ന മോഹൻലാലിൻ്റെ പിറകിൽ നിന്നുള്ള വ്യൂ പോയിൻ്റ്. വലത്തെ കയ്യിൽ ചുറ്റികയും ഇടത്തെ കയ്യിൽ ഒരു ഗണ്ണും. ഇത് രണ്ട് കൈകളിലായി പിടിച്ചിരിക്കുന്ന മോഹൻലാലിൻ്റെ പിന്നിൽ നിന്നുള്ള വ്യൂ പോയിൻ്റാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാറിനടിയിൽ ദ വൺ ആൻഡ് ഓൺലി മോഹൻലാൽ ഇൻ ആൻഡ് ആസ് റംബാൻ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ടൈറ്റിലാണ് ഇളം പച്ചയും ചുവപ്പും കലർന്ന ഷെയ്ഡിലാണ് ടൈറ്റിൽ എഴുതിയിരിക്കുന്നത് റംബാൻ.
ഈ മോഹൻലാലിൻ്റെ വലത്തെ കൈയിലെ ചുറ്റിക, വലത്തെ കൈയിലെ ചുറ്റിക, വലത്തെ കൈയിലാണ് ചുറ്റിക പിടിച്ചിരിക്കുന്നത്, ഇടത്തെ കൈയിലാണ് ഗണ്ണ് പിടിച്ചിരിക്കുന്നത്. വലത്തെ കൈയിൽ പിടിച്ചിരിക്കുന്ന ചുറ്റിക റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇന്ത്യയെയും, ഇടത്തെ കൈയിൽ പിടിച്ചിരിക്കുന്ന ഗണ്ണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അമേരിക്കയുമാണ്. വലത്തെ കൈയിൽ ചുറ്റികയും ഇടത്തെ കൈയിൽ ഗണ്ണും, ഇത് രണ്ടും പിടിച്ചിട്ടാണ് കാറിൻ്റെ മുകളിൽ മോഹൻലാൽ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് മോഷൻ പോസ്റ്റർ. ഈ മോഷൻ പോസ്റ്റർ പുറത്തു വിട്ടിട്ടുള്ളത് മോഹൻലാലിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ മോഹൻലാലാണ് പുറത്തു വിട്ടിട്ടുള്ളത്. ഒരു കുറിപ്പോട് കൂടിയാണ് കുറിപ്പോട് കൂടിയാണ് ഈ മോഷൻ പോസ്റ്റർ മോഹൻലാൽ പുറത്തു വിട്ടത്. ഈ മോഷൻ പോസ്റ്ററിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത്, മോഹൻലാൽ ഒരു റൈറ്റപ്പ് എഴുതിയിട്ടുണ്ട്, ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. ഡിലൈറ്റഡ് ടു അൺവീൽ റംബാൻ മൈ അപ്കമിങ് മൂവി, directed by Joshi sir and produced by Chemban Vinod Jose, Einstein Sakpol and Shailesh R. Singh. ഇത്രയും കാര്യങ്ങൾ. അതിൻ്റെ അടിയിൽ യുവർ സപ്പോർട്ട് മീൻസ് ദ വേൾഡ് ടു അസ്. ഇത്രയും കാര്യങ്ങളാണ് മോഷൻ പോസ്റ്ററിൽ എഴുതിയിട്ടുള്ളത്. അത് ലാലേട്ടൻ എഴുതിയിരിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് മോഷൻ പോസ്റ്റർ പുറത്തുവിട്ടിട്ടുള്ളത്. മോഷൻ പോസ്റ്റർ കാണാൻ കഴിയുന്നു. അപ്പോൾ മോഹൻലാലിൻ്റെ നിരവധി സിനിമകൾ റിലീസിങ്ങിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ അദ്ദേഹം ഒരു പൂജയൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം നല്ലതിനാവട്ടെ. അദ്ദേഹത്തിൻ്റെ ദോഷങ്ങളും തടസ്സങ്ങളൊക്കെ മാറി ഇപ്പോൾ കുറച്ച് സിനിമകളുടെ പരാജയങ്ങളുണ്ട് അദ്ദേഹത്തിന്. ആ പരാജയങ്ങളൊക്കെ മാറി പുതിയ വിജയത്തിലേക്ക് വരട്ടെ. ഒരു നടൻ, ഒരു ഇത്രയും 10-40 വർഷമായിട്ട് നമ്മളെ എൻ്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നടനാണ് മോഹൻലാൽ. മമ്മൂട്ടി എന്ന് പറഞ്ഞ നടൻ്റെ ഒപ്പം മത്സരിച്ച് നിൽക്കുന്ന രണ്ട് താരങ്ങളാണ്. മത്സരിച്ച് അഭിനയിച്ചും മലയാള ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന രണ്ട് അഭിനേതാക്കളാണ്, മികച്ച അഭിനേതാക്കളാണ് മോഹൻലാലും മമ്മൂട്ടിയും. അപ്പോൾ അങ്ങനെ മോഹൻലാലിന് കുറച്ച് പരാജയങ്ങൾ ഈ അടുത്ത കാലത്ത് സംഭവിച്ചിട്ടുണ്ട്. പരാജയങ്ങൾ ഇന്നും നിലയിൽ തുടങ്ങിയതല്ല, വിജയങ്ങൾക്കൊപ്പം പരാജയങ്ങളും ഈ രണ്ട് താരങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. 40 വർഷക്കാലമായി ഇവർ വിജയങ്ങളും പരാജയങ്ങളും മാറി മാറി ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന താരങ്ങളാണ്. അപ്പോൾ ഇതൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് കാണേണ്ട ആവശ്യമില്ല. എന്തായാലും മോഹൻലാൽ തിരിച്ചു വരും. മോഹൻലാലിൻ്റെ തിരിച്ചുവരവിലെ ഒരു സിനിമ കൂടി ആയിരിക്കും റംബാൻ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈഗറായിട്ട് എല്ലാവരും റംബാന് വേണ്ടി വെയിറ്റിങ്ങിലാണ്. അപ്പോൾ മോഹൻലാൽ ചെമ്പൻ വിനോദ് ജോസ് കൂട്ടുകെട്ടിൽ വരുന്ന റംബാൻ മോഹൻലാലിൻ്റെ കരിയറിലെ, മോഹൻലാലിൻ്റെ നടന വിസ്മയത്തിൻ്റെ കരിയറിലെ മറ്റൊരു വിജയമായി മാറട്ടെ, ഒരു പൊൻതൂലായി മാറട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ടോക്ക് ഓഫ് ദ ഡേ സിനിമാ വിശേഷം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ ഗൈസ്, അടുത്ത സിനിമാ വിശേഷവുമായി ഞാൻ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരും. തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. ഗുഡ് ബൈ.